പൊന്നാര ചങ്ങന്മാരെ, നമ്മളിപ്പോ ഉള്ളത് ഊട്ടിയിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയായിട്ടുള്ള ഒരു അടിപൊളി ഡാമാണ് കേട്ടോ. ഡാം വറ്റിച്ച് വെച്ചേക്കാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ ഇവിടുന്ന് ഉണ്ടല്ലോ നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രെയിം ആട്ടോ ബാക്കിൽ കാണുന്നത്. കാശ്മീരിന്ന് പോയി എടുത്ത ആ ഒരു വൈബ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അത്രയും അടിപൊളി വ്യൂ ആണ്. കണ്ടോ, ഇന്നെ കണ്ടു നോക്കിയാണ് നിങ്ങള്. നല്ല ബാക്കത്തെ ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ഇതാണോ, ഈ ഒരു പോസിംഗ് ആണ്, ഈ ഒരു നടത്തും ഇതൊക്കെ ഒരു സ്ലോ മോഷനിൽ ഇട്ടാണ്ട് കളിപ്പിച്ചാണ്ടല്ല വൈബ് പറഞ്ഞ അടിപൊളി വൈബാവും. പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ബാക്കിൽ കാണുന്ന ഈ വെള്ളത്തിന്റെ ഇതൊക്കെയാണ് അടിപൊളിയാണ് കേട്ടോ. നമ്മള് ഇതൊന്ന് കാണിച്ചു കൊടുക്കടാ. കണ്ടോ, ഫുള്ള് ഇങ്ങനത്തെ ഒരു വ്യൂ ഞാൻ ഇതുവരെ കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടോ അറിയില്ല. എന്തായാലും മനോഹരമായ സ്പോട്ടാണ്. ഊട്ടിയിലേക്ക് വരുമ്പോൾ ആരും മറക്കണ്ട ഈ ഒരു സ്പോട്ട്. കാലത്ത് 5:30 എണീച്ച് ഒറ്റ മൈൻഡിൽ പോകുന്ന യാത്രയാണ് കേട്ടോ. ഊട്ടിയിൽ എപ്പോഴും വരുന്നതാണ്. ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തണുപ്പിൽ നിന്നൊക്കെ ഒരു കുറഞ്ഞ ചൂടുമൊക്കെ കിട്ടുന്നൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി ഒരു ഗ്രാമമാണ് അവലാഞ്ചി എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ ഗ്രാമം. ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഫുൾ ചുറ്റും തേയിലത്തോട്ടമൊന്നുമല്ല ഇവിടെ കാണുന്നത്. ഫുൾ കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ കൃഷി ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിതാ അവിടെ ടിക്കറ്റ് എടുക്കാൻ കയറിയതാണ്. ഒരാൾക്ക് 20 എൻട്രി ഫീ വരുന്നത്. പിന്നെ ബൈക്കിന് വേറെ പാർക്കിംഗ് ചാർജും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ടോട്ടലി നമുക്ക് വന്നത് ബൈക്കിന് വരുന്നത് 20 രൂപ പാർക്കിങ്. അങ്ങനെ നമുക്ക് ടോട്ടൽ വന്നത് 60. 2 പേരുണ്ട്. അപ്പം എന്തായാലും കാണുന്നതാണ് അവലാഞ്ചി ഡാം. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 3 കിലോമീറ്ററാണ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് നമുക്ക് 3 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. നല്ല മനോഹരമായ സ്പോട്ടാണ് കേട്ടോ. ഈ പോകുന്ന വഴികളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കിടിലം റൂട്ടാണ്, രക്ഷയില്ല. നമ്മൾ കിന്നക്കോര റൂട്ടിലാണ് കേട്ടോ ഈ ഒരു അവലാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാം കിടക്കുന്നത്. കിടിലം വ്യൂ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയോക്കാം. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് മക്കളെ അവലാഞ്ചി ഡാമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് പോയോക്കാം. ഇവിടെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഉള്ളോട്ട് പോകണം. അപ്പോൾ കുരങ്ങൻ്റെ അഭ്യാസം. ഇവിടേക്ക് നോക്കി കണ്ടാൽ നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാഷ്റൂം അതേപോലെ എല്ലാം സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പോട്ടാണ് അവലാഞ്ചി. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയോക്കാം. അവിടെയാണ് കുറച്ച് നടക്കാണ്ട്. ഡാം അവിടെയാണ് വരുന്നത്. ഈ ഡാം ഇപ്പം വറ്റിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് പോയോക്കാം. നല്ല മനോഹരമായ പൈൻ മരങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. നല്ലൊരു കിടിലം വ്യൂ ആണ്. നല്ല അന്തരീക്ഷമാണ്. അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പൈൻ ഫോറസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവിടെ ചെറിയൊരു പാലം നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ വേറെ ടീംസ് ഇരിക്കാനൊക്കെ ഇരുന്ന് സംസാരിക്കാം. അതായത് പീസ്ഫുൾ മൈൻഡുള്ള സ്ഥലമാണ്. നമുക്ക് നല്ല കുറച്ചേരം ഇരുന്നൊക്കെ സംസാരിച്ച് ഇരിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ്. ഫാമിലിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പോട്ടാണ്. ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ് കേട്ടോ. അതായത് ഊട്ടിയിൽ നിന്നൊക്കെ മാറി ഈ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ചെറിയ നിരകളിലൂടെ വരുന്ന അരുവിയും അവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. വെള്ളത്തിനൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാരണം കുറച്ച് ചൂടൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ഇങ്ങനെ തൊടുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, കിടിലം വ്യൂ ആണ്. അപ്പോൾ പൊന്നാര ചങ്ങന്മാരെ, നമ്മളിപ്പോൾ നടക്കുന്നൊക്കെയാണെങ്കിൽ ഒരു ഡാം വറ്റിച്ച സംഭവമാണ് കേട്ടത്. അപ്പം ആ ഡാം ഇതൊക്കെ ഒരു ഡാമാണ്. ഇവിടെയൊക്കെ വെള്ളം കുടിക്കണം. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഉണ്ടോ അവിടെ നോക്കിയാണെങ്കിൽ അതൊക്കെ വെള്ളം നിൽക്കണ കറക്റ്റ് ഏരിയകളാണ്. അപ്പം ഇപ്പം നമ്മൾ വെള്ളമില്ലാത്ത ഡാമിലൂടെ നടക്കുകയാണ് കേട്ടോ. അറിയാ ആദ്യമായിട്ടല്ലേ ഡാമിൽ കൂടെ നടക്കണേ അല്ലേ? വെള്ളമില്ലാത്ത ഡാമാണ് ഈ കാണുന്നത്.
നമ്മളൊക്കെ വെള്ളമുള്ള ഡാമല്ലേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ഈ കാണുന്നത് ഇതാ വെള്ളം വറ്റിച്ച ഡാമാണ് കേട്ടോ. എന്തൊക്കെയാണ് ഫുള്ള് നമുക്കിങ്ങനെ കാണാം. അവിടെ ദാ വെള്ളം കുറച്ച് കാണുന്നുണ്ട്, നമുക്ക് അവിടെ പോയേക്കാം. എന്തായാലും ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടത്, ഒരു രക്ഷയില്ല. സ്ഥലത്തിൻ്റെ പേരത്തിന് അവലാഞ്ചി. ഒരു അവലാഞ്ചി, വല്ലാത്തൊരു അവലാഞ്ചിയാണിത്. കാരണം എന്താ വെച്ചാൽ തൊള്ളയും കിട്ടില്ല പറയാൻ. എന്തായാലും അവലാഞ്ചി ഡാമാണ്. അതായത് ഊട്ടിയിൽ നിന്നും എത്ര 26 കിലോമീറ്റർ അല്ലേ? 26 കിലോമീറ്ററാണ് കേട്ടോ ഈ അവലാഞ്ചി എന്നാണ് ഈ ഒരു സ്പോട്ടിലേക്ക്. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. അതായത് നല്ലൊരു ക്ലൈമറ്റാണ്, തണുപ്പും വെയിലും കൂടി കൂടിയിട്ടുള്ള ക്ലൈമറ്റാണ്. വെള്ളം ഇപ്പം അടുത്ത് ഈ വെള്ളം വറ്റിച്ചതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡാമത്തെ. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാ ഫുള്ള് കണ്ട ഡാമാണ് മക്കളെ. ഡാം ഇവിടെ കണ്ട നല്ല ചെറിയ പൂലൊക്കെ ഉണ്ട്. അപ്പോൾ നിരന്ന് നിൽക്കാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഡാം വറ്റിച്ച് ആ ഡാമിലൂടെ നടക്കുന്നത്. ഇത് വേറെ ഫീൽ തന്നെയാണ്. അപ്പോൾ സംഗതി അടിപൊളിയാണ്. എന്താണ് നോക്കിയാൽ നിങ്ങൾ ആ മണ്ണിൻ്റെ ഒരു കളറോ നോക്കിക്കണി കണ്ട. നോക്കിയാൽ നിങ്ങൾ വെള്ളത്തിൻ്റെ കളർ നോക്കിയാണ് ഇവിടുന്ന് പച്ചയായിട്ടാണ് കാണുന്നത്. അടുത്ത് പോകുമ്പോൾ എന്താണെന്നറിയില്ല. ഫുള്ള് കണ്ട. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുത്തോളാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളി, മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ, അടിപൊളി വീഡിയോ ആയി നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.